കുറെ നാളുകൾക്ക് ശേഷം ചക്കക്കൊമ്പൻ വീണ്ടും കളത്തിലിറങ്ങിയിരിക്കുന്നു എന്ന വാർത്തയാണ് ഇപ്പോൾ കേൾക്കുന്നത്. ജനവാസ മേഖലയിൽ ഇറങ്ങിയിരിക്കുന്നു ചക്കക്കൊമ്പൻ. ചിന്നക്കനാൽ കോഴിപ്പന്നക്കുടിയിൽ ആണ് പുലർച്ചെ ഇറങ്ങിയത്. രാവിലെ 5:30 മണിയോടുകൂടിയാണ് ആന മേഖലയിലെത്തി നാശം വിതച്ചത് എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. ജോസിൽ ഇടുക്കിയിൽ നമ്മളോടൊപ്പം ചേരുന്നുണ്ട് വാർത്തയുടെ വിവരങ്ങൾ നൽകാനായി. ജോസിൽ, ചക്കക്കൊമ്പൻ വീണ്ടും പ്രശ്നം ഉണ്ടാക്കുകയാണോ? നാശനഷ്ടം ഉണ്ടാക്കിയിട്ടുണ്ടോ? ആന തിരികെ കാട്ടിലേക്ക് കയറിയിട്ടുണ്ടോ? എന്താണ് ഇപ്പോഴത്തെ അവസ്ഥ? മനു, ചിന്നക്കനാൽ കോഴിപ്പന്നക്കുടിയിലാണ് ആന ഈ പുലർച്ചെ എത്തി വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ കൃഷിയിടത്തിലെ പ്ലാവിൽ നിന്ന് ചക്ക പറിക്കാൻ ശ്രമിക്കുന്നു. അപ്പൊ ഈ വളർത്തുനായ കുറച്ച് ഓടിക്കുവാൻ ശ്രമിച്ചെങ്കിലും ആന പിന്മാറാതെ അവിടെ തന്നെ നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അത് മാത്രമല്ല, ഈ മേഖലയിൽ വ്യാപകമായ കൃഷിനാശമാണ് ഈ ചക്കക്കൊമ്പൻ ഇറങ്ങി ഉണ്ടാക്കിയിരിക്കുന്നത്. കോഴിപ്പന്നക്കുടി സ്വദേശിയായ രാജാറാമിന്റെ കൃഷിയിടത്തില് ഈ ഏലം വ്യാപകമായി നശിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ ഈ ചക്കക്കൊമ്പൻ ആ മേഖലയിൽ വലിയ നാശനഷ്ടമാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നുണ്ട്. ആനയുടെ പേര് പോലെ തന്നെ ആ സ്വഭാവമല്ലേ? തീർച്ചയായും അരിക്കൊമ്പൻ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന നമുക്കറിയാം, ആ മേഖലയിൽ വലിയ നാശനഷ്ടം ഉണ്ടാക്കിയിരുന്നതാണ്. ഈ അരിക്കൊമ്പനൊപ്പം തന്നെ സംഭവ സഹചാരി ആയിട്ടുണ്ടായിരുന്ന ആനകളിൽ ഒരാളാണ് ഈ ചക്കക്കൊമ്പനും അതുപോലെ മുറിവാലിനും ഒക്കെ. ഈ ചക്കക്കൊമ്പനുമായിട്ടുള്ള ആക്രമണത്തിൽ അത്തരത്തിലൊരാന കൊല്ലപ്പെടുകയും ചെയ്തിരുന്നു. ഇപ്പോൾ ഈ ചക്കക്കൊമ്പൻ ഈ ഏറ്റവും പ്രതാപശാലിയായി ആ മേഖലയിൽ ഇങ്ങനെ വിരാജിക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ അവിടെയുള്ളത്. ഏതായാലും വ്യാപകമായ വലിയ ശല്യം ഇല്ലാതിരുന്നതാണല്ലോ, ഇപ്പോൾ വീണ്ടും തുടങ്ങുകയാണോ? തീർച്ചയായിട്ടും ഈ ജനവാസ മേഖലയിൽ നിന്ന് ചക്കക്കൊമ്പനെ മാറ്റാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. കാരണം ഈ ചക്ക ഉണ്ടാകുന്ന കാലം ഇപ്പം ചക്ക ധാരാളം ഉള്ള ഒരു സമയം കൂടെ ആയതുകൊണ്ട് അവിടെ ഉണ്ടാകും. അവന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണ പദാർത്ഥം ഒന്നാണ് ചക്ക. അതുകൊണ്ട് തന്നെ ആ മേഖലയിൽ ഉണ്ടാകും. ഇത് ചക്കക്കൊമ്പന്റെ ആക്രമണം മാത്രമല്ല മനു, ഇടുക്കി ജില്ലയിൽ വ്യാപകമായി ഇപ്പോൾ ഈ കാട്ടാന ശല്യവും മറ്റ് വന്യമൃഗ ശല്യവും എല്ലാം വർദ്ധിച്ചു വരികയാണ്. ഈ തൊടുപുഴയിലേക്ക് വരെ, ഈ തൊടുപുഴയ്ക്കടുത്ത് ഈ എറണാകുളം ജില്ലയുടെ ഭാഗമായിട്ടുള്ള കലൂര് വരെ കഴിഞ്ഞ ദിവസം ഒരു വനാതിർത്തി പങ്കിടുന്ന ഒരു പ്രദേശം പോലും, അവിടേക്ക് പോലും കാട്ടാന ഇറങ്ങി വരുന്ന 2 കാട്ടാനകൾ ഇറങ്ങി വന്ന് ജനവാസ മേഖലയിൽ ഭീതി ഉണ്ടാക്കുന്ന അവസ്ഥയെല്ലാം ഉണ്ട്. അങ്ങനെ ഇടുക്കി ജില്ലയുടെ ഈ പല പ്രദേശങ്ങളിലും അനിയന്ത്രിതമായി വംശവർദ്ധനവ് മൂലം കാട്ടാനകൾ ഇറങ്ങി ഇത്തരത്തിൽ ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് മാറുകയാണ്. കാട്ടാനയും നമുക്ക് ഇതിനൊന്നും ചെയ്യാൻ കഴിയില്ലല്ലോ. കാരണം അതിന്റെ 1972 വനം വന്യജീവി നിയമമൊക്കെ നമ്മുടെ മുന്നിൽ വലിയ വിലങ്ങുതടിയായി നിൽക്കുകയല്ലേ. അപ്പോൾ ഈ പ്രശ്നം പരിഹരിക്കുക എന്നത് ഒരു ഭഗീരഥ പ്രയത്നം തന്നെയാണ്. തീർച്ചയായിട്ടും. ഏതായാലും ഇന്ന് സർക്കാർ ഈ കാട്ടുപന്നിയെ വെടിവെക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ പഞ്ചായത്തുകൾക്ക് അധികാരം കൊടുത്തുകൊണ്ടുള്ള നിയമങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അതിന് പഞ്ചായത്ത് പ്രസിഡന്റുമാർക്കും സെക്രട്ടറിമാർക്കും എല്ലാം പ്രത്യേക അധികാരങ്ങൾ കൊടുക്കുന്ന നിയമമെല്ലാം കൊണ്ടുവന്നിട്ടുണ്ടെങ്കിലും പല പഞ്ചായത്തുകളും അതൊന്നും ഉപയോഗിക്കുന്നില്ല എന്നുള്ളതും ഒരു വലിയ പ്രശ്നമായി മാറുകയാണ്. കാട്ടുപന്നികളെയൊക്കെ വെടിവെക്കുന്നതിനൊക്കെ അനുവാദം സർക്കാർ കൊടുത്തെങ്കിലും അത് എത്രമാത്രം പഞ്ചായത്തുകൾ വിനിയോഗിക്കുന്നുണ്ട് എന്നുള്ളതും കൂടി ഒരു പ്രശ്നമാണ്. ഏതായാലും കൂടുതൽ ഇത്തരത്തിൽ വന്യമൃഗങ്ങളെ നിയന്ത്രിക്കുന്നതിന് വേണ്ടി, അത് കാട്ടുപന്നിയെ മാത്രമാണ്, അത്തരത്തിൽ മറ്റു വന്യമൃഗങ്ങൾ കടുവയും പുലിയും കാട്ടാനയും എല്ലാം ഒരു തരത്തിലും നമുക്ക് ഉപദ്രവിക്കാൻ പാടില്ലാത്ത വന്യജീവി സംരക്ഷണ നിയമത്തിന്റെ ഏറ്റവും ശക്തമായ നിയമം നമുക്കറിയാവുന്നതാണ്. അത് കാരണം ആ നിയമം കാരണം വല്ലാതെ വലയുകയാണ് മനുഷ്യർ ഈ നാട്ടിൽ. പക്ഷേ അത് ഭേദഗതി ചെയ്യാനോ അതിൽ മാറ്റം വരുത്താനോ കേന്ദ്ര സർക്കാർ തയ്യാറാകാതെ നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. പക്ഷേ അതിന് പഴി മുഴുവൻ എന്നിട്ട് സംസ്ഥാന സർക്കാരിന്റെ തലയിൽ വയ്ക്കുകയും ചെയ്യുന്ന ഒരു കാലത്തോടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ജോസഫ്, ഒരു കാര്യം കൂടി, ഈ ആന തിരികെ കാട്ടിലോട്ട് കയറിപ്പോയോ? ഇതുവരെയും തിരിച്ച് കാട്ടിലേക്ക് കയറിപ്പോയിട്ടില്ല. വനം വകുപ്പ് അധികൃതർ ഈ വിവരം അറിഞ്ഞിട്ടും എത്തുന്നത് വൈകിയതിലൊക്കെ ജനങ്ങൾക്ക് വലിയ പ്രതിഷേധമുണ്ട്. ഏതായാലും വനം വകുപ്പ് ഉദ്യോഗസ്ഥർ ഇപ്പോൾ അവിടെ എത്തിയിട്ടുണ്ട്. ഈ ആനയെ കാട്ടിലേക്ക് തിരിച്ച് അയക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം നടത്തുകയാണ്. ഏതായാലും വലിയ കൃഷിനാശമാണ് ഈ മേഖലയിൽ ചക്കക്കൊമ്പൻ ഉണ്ടാക്കുന്നത്. മറ്റ് പ്രദേശങ്ങളിലും ഇത്തരത്തിൽ കാട്ടാനകളുടെ എണ്ണം വർദ്ധിക്കുന്നു, നാട്ടിലേക്ക് ഇറങ്ങുന്നത് വർദ്ധിക്കുന്നു. ജനങ്ങൾക്ക് ഈ വനാതിർത്തിയിൽ മാത്രമല്ല, വനാതിർത്തി പങ്കിടാത്ത സ്ഥലങ്ങളിലേക്ക് വരെ ഇതിന്റെ എല്ലാം ശല്യം വ്യാപിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഏതായാലും വനം വകുപ്പ് കുറച്ചുകൂടി ഉത്തരവാദിത്വത്തോടുകൂടി ഉണർന്ന് പ്രവർത്തിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് പൊതുപ്രവർത്തകരടക്കം ആവശ്യപ്പെടുന്നത്. മനു, ശരി, നമുക്ക് നോക്കാം ജോസഫ്. എന്തായാലും വളരെ പ്രധാനപ്പെട്ട വിവരമാണ്. ചക്കക്കൊമ്പൻ എന്ന് പറയുന്ന ആന വീണ്ടും നാട്ടിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. ഈ ചക്കക്കൊമ്പൻ എന്ന പേര് കിട്ടാൻ തന്നെ കാരണം ചക്കയോടുള്ള ഇഷ്ടമാണ്. ചക്ക എവിടെ കണ്ടാലും അത് തിന്നാൻ വേണ്ടി നാട്ടിലിറങ്ങി വരും, ശല്യമുണ്ടാക്കും, നാശനഷ്ടമുണ്ടാക്കും. അതാണ് ഇപ്പോൾ ഇവിടെയും സംഭവിച്ചിരിക്കുന്നത്. ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത്. ചക്കയൊക്കെ നിലത്ത് പറിച്ചിട്ടിരിക്കുന്നത് കാണാൻ വേണ്ടി കഴിയുന്നുണ്ട്. നേരത്തെ അരിക്കൊമ്പനായിരുന്നു ഈ ചക്കക്കൊമ്പൻ്റെ കൂട്ട്. അരിക്കൊമ്പനെ കൊണ്ടുപോയതിനു ശേഷം ഇവൻ മാത്രമാണ് ആ മേഖലയിലെ ഏറ്റവും പ്രധാനി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ഗമയിലാണ് ഇപ്പോൾ നാട്ടിലിറങ്ങി കളിക്കുന്നത്. പക്ഷേ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. എങ്ങനെയെങ്കിലും കാട് കയറ്റി വിടുക എന്നത് മാത്രമേ ചെയ്യാൻ പറ്റുകയുള്ളൂ. കാട് കയറ്റി വിട്ടാലും വീണ്ടും ചക്ക തേടി നാട്ടിലേക്ക് ഇറങ്ങുകയും ചെയ്യും.